മക്കളെ നമ്മുടെ നാടൻ കോഴിക്കറി റെഡിയായി, കഴിക്കാൻ വാ. മക്കളെ നമുക്കിന്ന് മഴക്കാലമൊക്കെ അല്ല, നമുക്ക് നേരെ നാടൻ ചിക്കൻ കറി കഴിക്കാം. ഈ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, നമ്മളല്ലാത്തതിനുള്ള എല്ലാ ഗ്രേഡിയൻസും ചേർക്കും. പക്ഷേങ്കിൽ ഇതിന്റെ പ്രത്യേകത മല്ലിയും മുളകും വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാ. നല്ല ടേസ്റ്റ്. നമ്മൾ തന്നെ മസാലയല്ല, നമ്മൾ തന്നെ കൂട്ടുമസാല നമ്മൾ മേടിക്കുന്നതല്ല, നമ്മൾ തന്നെ മസാലകൾ ഉണ്ടാക്കി ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. ആയിരുന്നു ഉണ്ടാക്കി നോക്കാം. ഇനി ഞാൻ തേങ്ങ അരിയുവാണേ. ഒരു 3 പച്ചമുളക് മതി. എരിവാ, ഭയങ്കര എരിവുള്ള മുളകാ അത്. ഇച്ചിരി ഇഞ്ചിയും കൂടി ഇടണം, മറന്നുപോയി പിള്ളാരെ. എന്നാ ചെയ്യും? കടുകിട്ട് പൊട്ടിച്ചാൽ കോഴി ഓടും. നാടൻ കോഴി ചട്ടി നേറ്റ് ഓടും. ചട്ടി അടപ്പത്ത് വെച്ചു. കല്ല് ചൂടാകുന്നു, അത് ചട്ടി ചൂടാകുന്നു. അത് അടക്കുന്ന വസ്തുവൊന്നും ഇല്ല. ഇതെന്റെ കൊച്ചേ തേങ്ങാക്കൊത്ത് വറക്കുക. തേങ്ങാക്കൊത്ത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടുക. ഇഞ്ചി ഇനിയിപ്പം അതിന് വേണ്ടെന്നൊക്കെ ഇട്ടു. ഇനി ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം, സവാള പെട്ടെന്ന് വാടാൻ. ഇത് കല്ലുപ്പ്. നാടൻ കോഴിയല്ലേ, അന്നേരം എല്ലാം നാടനാകട്ടെ. ഇനി അതിൻ്റെ കളറൊന്ന് മാറാനായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നാലും ഒരു രസമുള്ളൂ കാണാൻ. ഇനി ചിക്കൻ ഇട്ട് ഇളക്കുമല്ലോ, എന്നിട്ടല്ല പൊടി ഇടുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കട്ട് ചെയ്ത് മേടിച്ച് ചിക്കനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നിലവിൽ ചിക്കൻ ഇടുവാണേ. മല്ലിപ്പൊടി പോവാണ്. ഈ സ്ഥലം മുളക് പൊടി പോവാണേ. മസാല ഇടുവാണേ. ഗരം മസാല ഇടുവാണേ. നമ്മൾ തൊട്ട് കിട്ടില്ല, എല്ലാവരും തിന്നുന്നത്. ഇനി എല്ലാം ചേർത്ത് കുഞ്ഞമ്പൊക്കെ മൂടി വെച്ച് വേവിക്കാം. തീ കത്തിക്കാം, നല്ലപോലെ അടയ്ക്കുക. കറി വേവായി, നമുക്ക് താത്തി വെക്കാം. കോഴിക്കറി റെഡി. കടുക് വറുത്തിട്ടാ മതി. ഞാൻ കടുകിടാവേ. കരിയാപ്പില പത്തലമുളകും കൂടി ഇടുക. ഇനി ചുമന്നുള്ളി അരിഞ്ഞത്. അതിനകത്ത് ഇടുവാണ്. നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി. നമുക്ക് താത്തി വയ്ക്കാം. മക്കളെ നമ്മുടെ നാടൻ കോഴിക്കറി റെഡിയായി, കഴിക്കാൻ വാ.